നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അത് ഓരോ പ്രദേശത്തെ പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ളവർ വീട് വീടാന്തരം കയറി സ്ലിപ്പ് കൊടുക്കാനും അവസാനഘട്ട വോട്ട് ഉറപ്പിക്കാനും വേണ്ടിയുള്ള തിരക്കിലാണ്. ഇപ്പോൾ UDFൻ്റെ പ്രവർത്തകർ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് തേടി ഇറങ്ങുകയാണ്. രാവിലെ ഇറങ്ങിയതാണോ? അതെ, രാവിലെ ഇറങ്ങിയതാണ്. എത്ര വീടുകൾ കയറി? ഇപ്പോൾ ഇന്ന് ഓരോ ബൂത്ത് 2-3 സ്ക്വാഡാക്കി തിരിച്ചിട്ടാണ്. 150ഓളം വീട് ഇന്ന് 4ാം പ്രാവശ്യം നമ്മൾ കയറി കഴിഞ്ഞു. നല്ല പ്രതികരണമാണ് ഇപ്പോൾ ഉള്ളത്. സ്ലിപ്പ് വിതരണവും നിശബ്ദ പ്രചരണമല്ലേ. സ്ലിപ്പ് ഇപ്പോൾ ഇന്ന് ഉച്ചയോട് കൂടി കൊടുത്ത് തീരുമോ? അത് ഓൾറെഡി തീർന്നതാണ്. പിന്നെ ഒന്നുകൂടി വെറുതെ ഫ്രീ ആണല്ലോ, ഒന്നുകൂടി ഇറങ്ങാന്നില്ല കാഴ്ചപ്പാടിലെ വോട്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ നല്ല പ്രതികരണമാണ്. അവസാന ഘട്ട വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. 100% 25,000-ൽ പരം വോട്ടിന് ആരാണ് ഷൗക്കത്ത് വിജയിച്ച് കയറും. എങ്ങനെ ഉണ്ടായിരുന്നു പ്രചരണമൊക്കെ? പ്രചാരണമൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ നിങ്ങളെ ജോലിയെ ബുദ്ധിമുട്ടിക്കുന്നു. നടക്കട്ടെ. വീട്ടിൽ ഓരോ വീടുകളും കയറി ഇങ്ങനെ വോട്ട് തേടി അവസാനഘട്ട വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. വീട്ടുകാരോടും ചോദിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരാറുണ്ടോ ഇങ്ങോട്ട്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടുണ്ട്. വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലേ? തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന് കണ്ടിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? സൂപ്പറായിരുന്നു. അതെ, വീട്ടുകാർ ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലെല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയും. ഇവരിങ്ങനെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ഓളം അത് 7 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലും എല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. അവസാന ഘട്ടത്തിൽ കണ്ട് വീണ്ടും സ്ഥാനാർത്ഥിയുടെ പേര് മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്.